ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓറഞ്ച് വ്ളോഗ്സ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പപ്പായ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഹൽവയെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതിന് നമുക്ക് ആവശ്യമായി വരുന്നത് 2 പപ്പായ ഒരു ചെറുവെള്ളത്തിൽ ചൂടാക്കി വേവിച്ചെടുക്കണം കേട്ടോ. അത് ഈ വേവിച്ചെടുത്ത പപ്പായ നമുക്ക് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രം ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഈ പേസ്റ്റും പപ്പായയുടെ ഈ പേസ്റ്റും പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പഞ്ചസാരയും ഏലക്കായും കൂടി ഒരുമിച്ച് പൊടിച്ചത്, നെയ്യ്, കാഷ്നട്ട്, ബദാം, മിൽക്ക് മെയ്ഡ്, ശർക്കരപ്പാനി, ഉപ്പ്, പിന്നെ കോൺഫ്ലവറിൻ്റെ പൗഡർ 4 ടീസ്പൂൺ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കട്ട പിടിക്കാതെ കലക്കി വയ്ക്കണം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ കാഷ്നട്ടും ബദാമും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്ത് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ഞാനിതൊന്ന് ചെറുതായി ഒന്ന് എന്താ പറയുക, കത്തി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒന്ന് മുറിച്ചിടുന്നുണ്ട്, ഇതിനെ കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഈ നെയ്യിൽ നിന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് ഗോൾഡൻ കളർ ആവുമ്പോൾ ഇതിനെ നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ഇപ്പോൾ ഇതിനെ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ നെയ്യിലേക്കാണ് നമ്മൾ നമ്മുടെ അതായത് പപ്പായ പേസ്റ്റ് ഈ നെയ്യിലേക്കാണ് ഇട്ടിടുന്നത്. ആ നെയ്യ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ആ നെയ്യിലേക്ക് ഞാൻ ആ പപ്പായ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്നട്ടും ബദാമും ഞാൻ മാറ്റി വെച്ചു കേട്ടോ, ഫ്രൈ പാനിൽ നിന്ന് മാറ്റി വെച്ചു. എന്നിട്ട് നെയ്യിലേക്കാണ് ഞാൻ നമ്മുടെ പപ്പായ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈക്ക് റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. ഈ നെയ്യിലേക്ക് ഞാൻ പപ്പായ പേസ്റ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു കുറച്ച് വെള്ളത്തിൽ ശർക്കര പാനിയാക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ നെയ്യിലിട്ടിട്ട് നമ്മുടെ പപ്പായ പേസ്റ്റിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ശർക്കര പാനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നെയ്യിലത് കിടന്ന് എല്ലായിടത്തും നെയ്യ് നമ്മൾ അതിലൊഴിച്ച്. പിന്നെ ഞാൻ നെയ്യ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആ വെസ്റ്റ് യൂസ് ചെയ്ത ആ നെയ്യ് തന്നെ എടുത്തിട്ടുള്ളൂ. കാഷ്നട്ടും ബദാമും ഫ്രൈ ചെയ്തെടുത്ത ആ നെയ്യിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പപ്പായ പേസ്റ്റ് ഇട്ട് ഇളക്കുണ്ടായിരുന്നത്. വേറെ നെയ്യ് എക്സ്ട്രാ ഒഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് എനിക്ക് നല്ല ടാസ്ക് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ശർക്കരപ്പാനിയിൽ ഒഴിച്ചിട്ട് നന്നായി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ശർക്കരപ്പാനി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുമിളകളായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ആ ഗ്യാസ് അടുപ്പുമേയും എൻ്റെ മേത്തിക്കും താഴത്തും ഒക്കെ നിറച്ച്
ഇതായി. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു ഇത്തിരി വലിയ പാത്രം നോക്കി എടുത്തോളൂ കേട്ടോ. ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ. ഇതിപ്പോൾ ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ശർക്കര എടുത്തതെന്ന് വെച്ചാൽ ഹെൽത്തിന് കാര്യം, ഹെൽത്തി അല്ലേ ശർക്കര ഇത്തിരി കൂടിയും. ഇതിൽ പിന്നെ നമ്മൾ ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കട്ട പിടിക്കാതെ നല്ല രീതിയിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ. ഇത് ഈ കോൺഫ്ലവർ പൗഡറിന് പകരം വേണമെങ്കിൽ മൈദയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഉണ്ണികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അത്, ഈ പലഹാരം. ഇതിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കണതൊക്കെ മുന്നേ ഈ ഇതുണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ അപ്പുറത്ത് റിലേറ്റീവ്സിനും നൈബേഴ്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി ഇത്. അവർ എന്താ ഇത് പ്രൊഡക്റ്റ്, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പഴം, ചക്ക എന്നൊക്കെ കമൻറ്റ് ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ പച്ചപ്പപ്പായ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിശയായി. എല്ലാവരും നല്ല ടേസ്റ്റി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ പുറത്തുനിന്നുള്ള പ്രൊഡക്റ്റൊന്നുമില്ല, മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്തു നോക്കണം. ഇനി ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അതൊരു 4 ടീസ്പൂൺ. എനിക്ക് മിൽക്ക് മെയ്ഡ് ഇഷ്ടമുള്ളത് കൊണ്ടും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിത് ഇതിൽ യൂസ് ചെയ്തത്. ഈ പൊട്ടിത്തെറിക്കണ കണ്ടോ? മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇടണമെന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇടണത് അത് മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പ് ഇടണത്. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 4 ടീസ്പൂൺ നമ്മൾ ശർക്കരയല്ല സോറി, പഞ്ചസാരയും ഏലക്കായും കൂടി ഒരുമിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 2 ടീസ്പൂണാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കൈക്ക് റെസ്റ്റ് ഇല്ലാതെ നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു കയ്യിൽ എൻ്റെ കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കണത്. പറയണത് ഇത്തിരി വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വലിയൊരു പാത്രം എടുക്കണേ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഈ ഒരു പാകമാവുമ്പോൾ നമ്മുടെ ഹൽവ ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം, ഹൽവയുടെ പാകം ഇതാണ് കേട്ടോ. നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും ബദാമും ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇത് പിന്നെ
ശർക്കര ആയതുകൊണ്ട് തന്നെ വലിയ ഹെൽത്തി ഫുഡാണ്. എല്ലാവർക്കും, ഉണ്ണികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമ്മളിത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. എല്ലാവരും പച്ചപ്പപ്പായയാണോ എന്ന് ചോദിച്ചെന്നോട് പറഞ്ഞു. ഞാൻ പച്ചപ്പപ്പായയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പച്ചപ്പപ്പായയോ എന്ന് ചോദിച്ചു. പപ്പായയുടെ ടേസ്റ്റൊന്നും ഇതിലേക്ക് കിട്ടണില്ല നമ്മളിത് ഉണ്ടാക്കിയ കഴിഞ്ഞാൽ. ഞാനൊരു സിലിക്കോണിൻ്റെ 2 പാത്രമാണ് എടുത്തത്. ഒരു പാത്രത്തേക്കുള്ള ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞാൻ 2 പാത്രം എടുത്തു. അതിൽ നല്ല രീതിയിൽ നെയ്യ് തടവി കൊടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്നട്ടും ബദാമും ഇട്ട് കൊടുത്തു. എല്ലാവരും ഇതെന്തായാലും ചെയ്തു നോക്കണേ. ഇത് നമുക്ക് വീട്ടിലുള്ള പ്രൊഡക്റ്റ് വെച്ച് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. പുറമത്തെ ഐറ്റംസ് ഒന്നും അധികം വേണ്ട. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ ശർക്കര ആയതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ ധൈര്യമായിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സ്വീറ്റാണ്. എല്ലാവർക്കും ഇഷ്ടാവും. ഉണ്ണികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഇഷ്ടാവും. എൻ്റെ അടുത്ത് എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഞാൻ നൈറ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ നൈറ്റ് ഒരു 10:30 ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ. 10:30 ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഒരു 7 മണിക്ക്, മോർണിംഗ് 7 മണിക്കാണ് ഇത് പുറത്തേക്ക് എടുക്കുന്നത്. പക്ഷേ ഈ പാത്രത്തിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. ഇതിപ്പോൾ ഒരു ദിവസം നൈറ്റ് ഫുള്ളും നമ്മുടെ ഇതിലിരുന്നതാണ് കേട്ടോ. നൈറ്റ് ഫുള്ള് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഞാൻ മൂടി വയ്ക്കുക ചെയ്തത്. പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. 2 പ്ലേറ്റിലാക്കി ഇതാക്കുക ചെയ്തത്.